ഗൈസ്, എല്ലാവർക്കും രശ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി കുൽഫിയാണ്. കുൽഫി നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തണുത്ത കുൽഫി. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു 1/2 ലിറ്റർ പാൽ ആവശ്യമുണ്ട്. പാൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക, ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളപ്പിച്ച് അത് നല്ലോണം ഒന്ന് കുറുകി വരണം. പാലിൻ്റെ വെള്ളാംശം ഒന്ന് കുറഞ്ഞു വരണം. ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ. പാല് നല്ലോണം കട്ടിയായി അതിൻ്റെ കൺസിസ്റ്റൻസി മാറി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുവാണ്. പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. പാലിൻ്റെ നിറം ഇപ്പം മാറി വരുന്നത് കാണാം. കുറച്ചുകൂടി കട്ടിയായി വരുന്നത് കാണാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുവാണ് ഇതിലേക്ക്. ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്ത്. പഞ്ചസാര അതിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ ആദ്യമേ ഇട്ടിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിലെ മധുരവും കൂടി ചേരുമ്പോൾ മധുരം കറക്റ്റ് ആവും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കോൺഫ്ലോർ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് പാല് ചേർത്ത് ഇളക്കിയെടുക്കാം. ആ ഇളക്കിയെടുത്തതിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പാല് കുറച്ചുകൂടി കട്ടിയായി വരും. പാലിപ്പോൾ കുറേ കൂടെ റെഡ്യൂസായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം പാലിപ്പോൾ കുറേ വറ്റിക്കഴിഞ്ഞു. ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനതിലേക്ക് ഒരു നുള്ള് കളർ ആഡ് ചെയ്ത് കൊടുത്തു. റോസ് കളറാണ്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. റോസ് കളറും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറേ കൂടി കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ തണുപ്പിച്ചതിന് ശേഷം കട്ടിയായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പറുണ്ട്. ഇതുപോലത്തെ പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് കവർ ചെയ്യുക. നല്ലോണം കവർ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഇത് ഫ്രീസറിൽ ഒരു 6-7 മണിക്കൂറത്തേക്ക് വയ്ക്കാം. 6-7 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തെടുത്തു. കുൽഫിയെല്ലാം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. നമുക്കത് സൈഡ് പതുക്കെ കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ
ശേഷം അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ച് പതുക്കെ ചരിച്ചു കൊടുത്താൽ മതി. കുൾഫി നമുക്കിങ്ങനെ ഇതുപോലെ എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കുൾഫി ഇപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. പാല് കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.